ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പം ഇന്ന് നൈറ്റ് ഡ്രൈവിന് വേണ്ടി ഇറങ്ങി കേട്ടോ. നമ്മൾ വെറുതെ കുത്തിയിരുന്ന് ഭ്രാന്ത് പിടിച്ചാൽ നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയപ്പം ഉണ്ടായ ഒരു സംഭവത്തെ കുറിച്ച് പറയാം കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ഓട്ടോക്കാരൻ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അച്ഛനും മോനും ഉണ്ടായിരുന്നു. നല്ല വെള്ളം എന്ന് പറഞ്ഞാൽ പൂസായി അടിച്ച് വിറ്റ് അങ്ങനെയൊക്കെ എണ്ണിട്ടിരിക്കാൻ പറ്റുന്നില്ല. ആ പരുവത്തി അവൻ വണ്ടി ഓടിച്ച് നമ്മളെ കൊണ്ടിടിക്കാൻ വന്ന് നമ്മൾ വെട്ടിച്ച് നിർത്തി തിരിഞ്ഞു നോക്കുന്നതിനിടയ്ക്ക് വേറൊരു വണ്ടി കൊണ്ട് ഇടിച്ച് ആ സ്കൂട്ടിക്കാരൻ വീണ് അങ്ങനെ വണ്ടിയുടെ കിറ്റ് കാര്യങ്ങളെല്ലാം പൊട്ടി ജസ്റ്റ് മിസ്സിന് അങ്ങനെ രക്ഷപ്പെട്ടു. ആ രീതി കൊണ്ടിടിച്ച് അങ്ങനെ എന്നിട്ട് ഇറങ്ങി പറഞ്ഞ ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ ഇതൊക്കെ എന്തുകൂടാ കാണിക്കുന്നത്, മര്യാദയ്ക്ക് പോയി എന്നെ വന്ന് ഇടിക്കുന്നു. അവൻ ലയൻ്റെ ഇപ്പുറത്ത് വന്നാ വണ്ടി ഇടിച്ചത്. അവൻ്റെ വണ്ടി ഇടന്നെന്ന് പറഞ്ഞാൽ വരയുടെ ഇപ്പുറത്താണ്. എന്നിട്ട് അങ്ങനെ കൊണ്ട് ഇടിച്ചിട്ട് അവൻ ഇറങ്ങിയിട്ട് പറഞ്ഞ ഡയലോഗാണിത്. അപ്പം അവിടെ നിന്ന് മെമ്പർ കാര്യങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. മെമ്പർ പോലീസുകാരെ വിളിച്ച് കൊട്ടാരക്കര വെച്ചാൽ ഈ സംഭവം നടക്കുന്നത്. കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പോലീസുകാരെ വിളിച്ചിട്ട് മുക്കാൽ മണിക്കൂർ ഞങ്ങൾ അവിടെ നിന്ന്. ഇതുവരെയും അവന്മാർ എത്തിയിട്ടില്ല. നോക്കി മെമ്പർ പിന്നെയും വിളിച്ച് അവിടെ ഇപ്പോൾ വരാമെന്ന് പറയുന്നത് അല്ലാതെ പോലീസുകാർ ഒരാൾ പോലും അവിടെ നിന്ന് അന്വേഷിച്ചിട്ടില്ല. ആക്സിഡന്റ് നടന്ന മുക്കാൽ മണിക്കൂർ കഴിഞ്ഞു. എന്നിട്ടും ഒരു വിവരമില്ലെന്ന് പറഞ്ഞാൽ എന്താ പറയാ, ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ സാധാരണക്കാരെ വിളിക്കുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ആരെങ്കിലും വരുമായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ കേരള പോലീസിന് ഓരോരോ അവസ്ഥ എന്ന് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ് അവരുടെ വീട്ടിൽ നിന്ന് അമ്മ വന്നായിരുന്നു. അമ്മയും തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഒരു ചെറുക്കൻ വന്നായിരുന്നു. അവർ വന്നിട്ട് ഒത്തുതീർപ്പാക്കാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് വന്നായിരുന്നു. അപ്പം ഇവൻ ഇത് കേട്ടിട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞ ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഒത്തുതീർപ്പൊന്നും പോകണ്ട, നീയൊക്കെ കേസിന് നോക്കിക്കോളാം, ഇങ്ങോട്ടൊന്നും ഇടിച്ചേലി, ഞാൻ പോയിക്കോളാം, കേസ് നോക്കിക്കോളാം, നീക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്ന പറഞ്ഞു അവിടെ ഡയലോഗ് അടിച്ചത്. ഈ മരണമൊക്കെ ഫ്രണ്ടിൽ വന്നൊരു അവസ്ഥ ഉണ്ടല്ലോ, ശരിക്കും ഞാൻ പേടിച്ചു പോയി. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേരെ മുന്നേ നമ്മുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നു ഓട്ടോ. ജസ്റ്റ് മിസ്സിന് വെട്ടിച്ചില്ലായിരുന്നു ഇപ്പൊ ഞാൻ എന്നെ എടുത്തുകൊണ്ട് വരുന്ന ആ അവസ്ഥയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് റിലീഫ് ആയിട്ടില്ല. പെട്ടെന്ന് വെട്ടിച്ച് സൈഡിൽ ഒതുക്കി ആ സ്ഥാനത്ത് നമ്മളായിരുന്നു കിടക്കേണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്കൂട്ടിക്കാരനൊന്നും പറ്റേണ്ടതല്ല, എനിക്കായിരുന്നു പറ്റേണ്ടത്. എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് ഞാൻ വെട്ടിച്ച് നിർത്തി തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് ആ സ്കൂട്ടിക്കാരെ തറ കിടക്കുന്നത് നമ്മൾ കാണുന്നത്. നമ്മൾ കൊട്ടാരക്കര അമ്പലത്തിൽ പോകാനായിരുന്നു പ്ലാൻ ചെയ്തത് കേട്ടോ. കൊട്ടാരക്കര അമ്പലത്തിൽ പോയി ഈ ആക്സിഡന്റ് നടന്ന് പിന്നെ നമ്മൾ അമ്പലത്തിൽ പോയി തിരിച്ച് വന്ന് നോക്കിയപ്പോൾ പോലും പോലീസുകാർ അവിടെ എത്തിയിട്ടില്ല. പോലീസുകാരെ മെമ്പർ എന്നാ വിളിക്കുന്നത് കേട്ടോ. കൊട്ടാരക്കര മെമ്പർ അവിടെ നിന്ന് വിളിച്ചിട്ട് പോലും അവന്മാര് തിരിഞ്ഞു പോലും നോക്കിയെന്നുള്ള അവസ്ഥ. അപ്പം പാവപ്പെട്ടവർ വിളിക്കുമ്പോഴത്തേക്ക് അവന്മാരുടെ ഒക്കെ റിയാക്ഷൻ എന്തായിരിക്കും? ഇതൊക്കെ പാവപ്പെട്ടവർ വിളിച്ചിട്ട് നടക്കുന്നത്, കേരളത്തിൽ മൊത്തം നടക്കുന്ന സംഭവമാണിത്. അപ്പം ഇതിനെതിരെ പ്രതികരിക്കുക എന്നുള്ള ഒരു മാർഗം.